സ്വന്തം കൃഷിയിടത്തിലെ കോവപ്പന്തൽ പൂവിട്ട് കായക്കായി തുടങ്ങി, സൂപ്പറായി. പക്ഷെ മഴ ഇപ്പം തീരുമാനമാക്കുമെന്നൊക്കെ തോന്നുന്നു. മഴ പെയ്തു, വെള്ളം നിറഞ്ഞു, വാഴകളെല്ലാം പറിഞ്ഞു വീണ് തുടങ്ങി. കൃഷിയിടത്തിലെ സപ്പോട്ട മരം ഒരു വർഷം കൊണ്ട് കായ്ക്കും എന്ന് പറഞ്ഞിട്ട് 300 രൂപയ്ക്ക് മേടിച്ച അനാറാണ്. കൊണ്ടുവരുമ്പോൾ ഒരു അനാറുണ്ടായിരുന്നു, ഇപ്പോൾ ഒന്നുമില്ല. 2 കൊല്ലമായിട്ട് മൂപ്പരിങ്ങനെ നിൽക്കുക, ഒറ്റ നൃത്തം. കായൊന്നുമില്ല. കായ്ബലം തരുന്ന പേരമരം. വാഴക്കൂട്ടങ്ങൾ കണ്ണിന് കുളിർമയേകുന്നു. പക്ഷേ കാറ്റും മഴയും നമ്മളെ ചതിച്ചു. ഒരു 20ഓളം വാഴകൾ നിലംപരിശായി. കൃഷിയിടത്തിലെ വാഴകൾ കാറ്റിനും മഴയ്ക്കും കടപുഴകി വീണിരിക്കുന്നു. ഒരുപാടെണ്ണം. എന്തായാലും ഇനിയിപ്പോൾ ഇത് എടുത്ത് വെച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഒന്ന് വെയിലായതിന് ശേഷം നോക്കാം. ഫുള്ള് ഞാലിപ്പൂവൻ വാഴകൾ കടപുഴകി വീണു. 1 2 3 എത്ര ഉണ്ട്? 4 എത്രയോ എണ്ണുണ്ട്. അതൊക്കെ പ്രകൃതിയോട് മല്ലിട്ട് ജീവിക്കുന്ന കർഷകൻ്റെ നിസ്സഹായാവസ്ഥ. ഇതുവരെ കണ്ണിന് കുളിർമയേകുന്നു, ഇപ്പോൾ വളരെ നേരെ തിരിച്ചായി. വാഴകളെല്ലാം വീണ് കിടക്കുന്നു. വീണിതല്ലോ കിടക്കുന്നു ധരണിയിൽ എൻ്റെ അധ്വാനത്തിൻ്റെ അവശിഷ്ടങ്ങളെല്ലാം. ഇനി എന്താ കാണാൻ കിടക്കുന്നത്? അങ്ങനെ വാഴ വീണ് കഴിഞ്ഞാൽ പിന്നെ വാഴ ഇങ്ങനെ വെക്കുക. വെച്ച വാഴകളൊക്കെ നിലത്ത് വീണ്. എന്നാലും നമ്മൾ പരാജയപ്പെടില്ല, വീണ്ടും ശ്രമിക്കും. മൊത്തപ്പോൾ ഒരു 25 വാഴയോടെ വീണുണ്ടാവും. ഇതാ ഇവിടെ അടുത്തത് വീഴാൻ നിൽക്കുന്നു. അവിടെ വീണ വാഴ കൂട്ടമായിട്ട് വീണ് കിടക്കണം. എന്താ ചെയ്യുക? ഞാലിപ്പൂവൻ വാഴത്തോട്ടത്തിലെ പ്രകൃതിയുടെ താണ്ഡവമാടൽ. പ്രകൃതിയുടെ വികൃതി നേർക്കാഴ്ചകൾ നിങ്ങൾക്ക് പകർത്തി നൽകുന്നു ധനശേഖരം മനമുക്കിൽ. സ്വന്തം കൃഷിയിടത്തിൽ നിന്ന് കാണുക, വിലയിരുത്തുക. അധ്വാനമേ സംതൃപ്തി. വാഴത്തോട്ടത്തിൽ കാറ്റ് വന്നപ്പോൾ വാഴകളെല്ലാം നിലംപരിശായി. മാവിൻ്റെ കൊമ്പ് വീണു. മാവിൻ്റെ കൊമ്പ് മുറിഞ്ഞു വീണു. ഒരു കഴുങ്ങ്, മരം ചാട്ടിയ കഴുങ്ങിൻ്റെ തീരുമാനമായി. അടപ്പ് തെളിച്ച് മാവ് കഴുങ്ങിനെ കൊന്നു. എന്തു ചെയ്യും? പ്രകൃതിയുടെ താണ്ഡവം. ഇന്നലത്തെ കാറ്റിലും മഴയിലും ഒരുപാട് വാഴകളും കഴുങ്ങ്, മാവ് എന്നിവ പറഞ്ഞു വീണ് നഷ്ടം സംഭവിച്ചു. ആരോട് പറയാൻ?